തൃശൂരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എൻ.ഡി.എക്ക് അത്ര അനുകൂലമായിരുന്നില്ല. 2019-ൽ സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയായി ബി.ജെ.പി പ്രഖ്യാപിച്ചതോടെയാണ് മണ്ഡലത്തിന്റെ ട്രെൻഡ് മാറിമറിഞ്ഞത്. ഇടത് വലത് മുന്നണികൾക്ക് കടുത്ത വെല്ലുവിളിയായി അദ്ദേഹം മണ്ഡലത്തിൽ നിറഞ്ഞുനിന്നു. ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടു. വിജയത്തിൽ നിർണായകമായ 10 ഘടകങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. 1. 2019-ലെ തോൽവിക്ക് ശേഷം മണ്ഡലത്തിൽ നിന്നുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ജനകീയമായ പല പ്രശ്നങ്ങളും സുരേഷ് ഗോപി തൃശൂരിന്റെ മുഖമായി മാറി. ജയിച്ചുപോയവർ മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പറയുന്നിടത്താണ് അദ്ദേഹം ജനഹൃദയം കീഴടക്കിയത്. 2. മണ്ഡലത്തിലെ സാമൂഹിക പ്രശ്നങ്ങളിൽ കൃത്യമായി പരിഹാരം കാണാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു. MP ആയിരുന്നപ്പോൾ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിനെ ദത്തെടുത്തതും ഹൈമാസ്ക് ലൈറ്റുകൾ സ്ഥാപിച്ചതും ശക്തൻ മാർക്കറ്റിന്റെ നവീകരണത്തിനും സ്വരാജ് റോഡിലെ ആകാശപാതയ്ക്ക് പണം നൽകിയതും ചികിത്സാ സഹായം നൽകിയതുമെല്ലാം ജനങ്ങളുടെ ഓർമ്മയിൽ തന്നെയുണ്ട്. 3. കരുവന്നൂർ സഹകരണ ബാങ്ക് കൊള്ള കേന്ദ്ര സർക്കാരിന് മുന്നിൽ കൊണ്ടുവന്നതും ഗാന്ധി ജയന്തി ദിനത്തിൽ കരുവന്നൂരിലേക്ക് നടത്തിയ പദയാത്രയും വലിയ സ്വാധീനം ജനഹൃദയങ്ങളിലുണ്ടാക്കി. കരുവന്നൂരിലെ പണം ജനങ്ങൾക്ക് തിരികെ ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയതോടെ താനൊരു ജനകീയ നേതാവാണെന്ന് ജനങ്ങളെ സുരേഷ് ഗോപി ബോധ്യപ്പെടുത്തി. 4. ആരോപണങ്ങളിൽ ആടിയുലയാതെ ആരെയും പഴിചാരാതെ സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി. സുരേഷ് ഗോപിയെ മോശക്കാരനായി ചിത്രീകരിക്കാൻ വേണ്ടി എതിരാളികൾ മനഃപൂർവ്വം ആരോപണങ്ങൾ സൃഷ്ടിച്ചതാണെന്ന വിശ്വാസം അവിടുത്തെ ജനങ്ങൾക്കുണ്ടായി എന്ന ധാരണ വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചു. 5. കൃത്യമായ സംഘടനാ സംവിധാനത്തിലൂടെ വർഷങ്ങൾക്ക് മുൻപേ സുരേഷ് ഗോപിയെ മണ്ഡലത്തിൽ അവതരിപ്പിച്ച് ജനങ്ങൾക്ക് സുപരിചിതനാക്കിയതും നിർണായക ഘടകമായി. 6. തൃശൂരിൽ നാരീശക്തി എന്ന പേരിൽ നടത്തിയ സ്ത്രീ സംഗമത്തിലൂടെയാണ് ബി.ജെ.പി കേരളത്തിൽ പ്രചാരണം ആരംഭിച്ചത്. നടി ശോഭനയും ക്രിക്കറ്റ് താരം മിന്നുമണിയും ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള ജനങ്ങൾ പങ്കെടുത്തതോടെ തൃശൂരിലെ സ്ത്രീ വോട്ടുകളും സുരേഷ് ഗോപിക്ക് സ്വന്തം. 7. ക്രിസ്ത്യൻ സമുദായത്തെ ഒപ്പം നിർത്തിയതും നേട്ടമായി. ലൂർദ് മാതാവിന് കിരീടം നൽകിയതിന്റെ പേരിൽ സൈബർ സഖാക്കളും മാധ്യമങ്ങളും വേട്ടയാടാൻ ശ്രമിച്ചതും അതിന്റെ സത്യം പുറത്തുവന്നതും സുരേഷ് ഗോപിക്ക് ജനങ്ങൾ കൂടുതൽ അടുത്ത് വോട്ട് നൽകാൻ കാരണമായി. 8. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടയ്ക്കിടെയുള്ള മണ്ഡലത്തിലേക്കുള്ള വരവും സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിൽ പങ്കെടുത്തതുമെല്ലാം ജനങ്ങളെ മാറ്റി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. മോദിയുമായി അടുത്ത ബന്ധമാണ് തങ്ങളുടെ ജനപ്രതിനിധിക്ക് ഉള്ളതെന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ വികസനത്തിനായി സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു. 9. കെ കരുണാകരനെ അത്രമേൽ ആരാധിക്കുന്ന ജനങ്ങളാണ് സാംസ്കാരിക തലസ്ഥാനത്തുള്ളത്. മകൾ പത്മജ ബി.ജെ.പിയിലേക്ക് വന്നതോടെ ലീഡറുടെ പല അനുയായികളും പാർട്ടിയിൽ അംഗത്വമെടുത്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ബി.ജെ.പിയിലേക്ക് എത്തിയവരെ സ്വീകരിച്ചത് പത്മജയായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നുള്ള സൈബർ ആക്രമണത്തിനും പത്മജ ഇരയായി. ഇതോടെ ലീഡറെയും മകളെയും ഇഷ്ടപ്പെടുന്നവർ സുരേഷ് ഗോപിക്ക് അനുകൂലമായി ചിന്തിച്ചു. ഒരുപാട് ഘടകങ്ങൾ ഇനിയുമുണ്ട്. ഏതായാലും സുരേഷ് ഗോപിയുടെ വിജയം വലിയ ചർച്ചയായിരിക്കുകയാണ്. കേരളത്തിലെ മാത്രമല്ല, രാജ്യത്തെ രാഷ്ട്രീയ മണ്ഡലത്തിലും. ഏതായാലും പരാജയത്തിൽ നിരാശനായി പിന്മാറാതെ കഠിനമായി പ്രവർത്തിച്ചു ഒടുവിൽ കളത്തിലിറങ്ങി വിജയം സ്വന്തമാക്കി സുരേഷ് ഗോപിക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് ബാലചന്ദ്ര മേനോൻ പറഞ്ഞത്. തൃശൂരിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച സുരേഷ് ഗോപിയെ അഭിനന്ദിച്ച് നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോൻ രംഗത്ത് വന്നു. 2 തവണ പരാജയപ്പെട്ടിട്ടും അദ്ദേഹം തൃശൂരിൽ ഉറച്ചു നിന്നുവെന്നും കഠിന പ്രയത്നമാണ് സുരേഷ് ഗോപിയെ വിജയത്തിൽ എത്തിച്ചതെന്നും ബാലചന്ദ്ര മേനോൻ കുറിച്ചു. ബി.ജെ.പിക്ക് വേണ്ടി കേരളത്തിൽ നിന്നും ലോക്സഭയിൽ സാന്നിധ്യം അറിയിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും താരം പ്രതികരിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സുരേഷ് ഗോപിക്ക് ബാലചന്ദ്ര മേനോൻ അഭിനന്ദനങ്ങൾ അറിയിച്ചത്. പ്രിയപ്പെട്ട സുരേഷിന് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് മമ്മൂട്ടിയും മോഹൻലാലും രംഗത്ത് വന്നത്. സുരേഷ് ഗോപിക്ക് ആശംസകൾ നേർന്ന് മലയാളത്തിലെ മെഗാതാരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സുരേഷിന്റെ വിജയത്തിന് ആശംസകൾ എന്നായിരുന്നു മോഹൻലാൽ കുറിച്ചത്. മമ്മൂട്ടിയും അതുതന്നെയാണ് ഫേസ്ബുക്കിൽ കുറിച്ചത്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ നിരവധി താരങ്ങൾ ആശംസകളുമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ണി മുകുന്ദൻ, മുക്ത, അനുശ്രീ തുടങ്ങി നിരവധി താരങ്ങളും ആശംസ അറിയിച്ചിരുന്നു. അഭിനന്ദിക്കാൻ കാട്ടിയ സ്നേഹത്തിന്, ചങ്കൂറ്റത്തിന് അഭിനന്ദനം. വെറും വിജയമല്ല, അക്കൗണ്ട് തുറപ്പിക്കില്ല എന്ന് വെല്ലുവിളി നടത്തിയവർക്കുള്ള മറുപടി. ഇതാണ് ചരിത്ര വിജയം എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് മമ്മൂട്ടിയുടെ പോസ്റ്റിന് വരുന്നത്. സുരേഷ് ഏട്ടന്റെ ഈ വിജയത്തിൽ അഭിമാനമെന്നും ആശംസകളെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി മുകുന്ദനും ദിലീപും രംഗത്ത് വന്നിട്ടുണ്ട്. സുരേഷ് ഗോപിക്കും ഷാഫി പറമ്പിലിനും വിജയാശംസകൾ നേർന്നാണ് നടൻ ഉണ്ണി മുകുന്ദൻ വന്നത്. നടൻ ദിലീപും സുരേഷ് ഗോപിക്ക് ആശംസ അറിയിച്ചിരുന്നു. പ്രിയപ്പെട്ട സഹോദരൻ സുരേഷ് ഏട്ടന്റെ ഈ വിജയത്തിൽ അഭിമാനം, സന്തോഷം, എല്ലാവിധ ആശംസകളുമെന്നാണ് ദിലീപ് കുറിച്ചത്. അഭിരാമി സുരേഷ്, ബീന ആന്റണി, വീണ നായർ, ഭാമ, ജ്യോതികൃഷ്ണ നിരവധി പേർ ആശംസകൾ അറിയിച്ച് പലപ്പോഴായി രംഗത്ത് വന്നു. ഇതായാലും സുരേഷ് ഗോപിയുടെ വിജയം സിനിമാ മേഖല ഒന്നാകെ ആഘോഷമാക്കിയിരിക്കുകയാണ്. ഇത് സൂപ്പർ സ്റ്റാറിന്റെ നേരിന്റെ ജയമെന്നാണ് സുരേഷ് ഗോപിക്ക് ആശംസകളുമായി മോളിവുഡ് രംഗത്ത് വന്നിരിക്കുന്നത്. നടിയും അവതാരകയുമായ ദേവിക നമ്പ്യാർ നേരിന്റെ ജയമെന്ന അടിക്കുറിപ്പോടെയാണ് ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന STയുടെ ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. തൃശൂറുങ്ങ് എടുത്തുട്ടോ, ഒരുപാട് സന്തോഷം നിറഞ്ഞ നിമിഷം എന്ന അടിക്കുറിപ്പോടുകൂടി കേക്ക് മുറിച്ച് വിജയം ആഘോഷിക്കുന്ന സുരേഷ് ഗോപിക്കൊപ്പമുള്ള വീഡിയോയാണ് വിജയ് മാധവ് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തത്. ഏതായാലും തൃശൂരിലെ ജനങ്ങൾ പ്രതീക്ഷിച്ച വിജയമായിരുന്നു സുരേഷ് ഗോപിയുടേത്. 4,12,338 വോട്ടുകളാണ് സുരേഷ് ഗോപി നേടിയത്.
74,686 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ജയം. വിജയം ഉറപ്പിച്ചതിന് പിന്നാലെ മണ്ഡലത്തിലെ പ്രജാദൈവങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും സുരേഷ് ഗോപി നന്ദി അറിയിച്ചു. തൃശൂരിലെ കറതീർന്ന മതേതര വോട്ടുകളാണ് തനിക്ക് കിട്ടിയത്. ഒരു വർഗീയ പ്രചാരണവും താൻ നടത്തിയിട്ടില്ല. പാർട്ടിയുടെ നല്ല അനുസരണയുള്ള പ്രവർത്തകനും എംപിയുമായിരിക്കുമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു.